നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിപ്ലോമാറ്റ്സിനെ പറ്റിയും ഡിപ്ലോമാറ്റിക് ഓഫീസേഴ്സിനെ പറ്റിയുമാണ് ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ വീഡിയോ ഡിപ്ലോമാറ്റിക് ബാഗേജ് എന്താണെന്നും ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി എന്താണെന്നുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ വീഡിയോയുടെ ഒരു കണ്ടിന്യൂവേഷനാണ്. അതുകൊണ്ട് ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുകൂടി ഒന്ന് കണ്ടു നോക്കിയാൽ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി കിട്ടും. അപ്പോൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് നീതു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്താണ് ഡിപ്ലോമാറ്റിക് ബാഗേജ്? ഒരു രാജ്യം മറ്റൊരു രാജ്യത്ത് പ്രവർത്തിക്കുന്ന അവരുടെ എംബസിയിലേക്കോ കോൺസുലേറ്റിലേക്കോ ഒക്കെ അയക്കുന്ന ബാഗേജാണ് ഡിപ്ലോമാറ്റിക് ബാഗേജ്. ഇതിനുള്ളിലെ സാധനങ്ങൾ എന്തുമാവാം. അവരുടെ പ്രധാനപ്പെട്ട രേഖകൾ മുതൽ ഉപ്പും കർപ്പൂരവും വരെയുള്ള സാധനങ്ങൾ ഡിപ്ലോമാറ്റിക് ബാഗേജിൽ അയക്കാവുന്നതാണ്. ഡിപ്ലോമാറ്റിക് ബാഗേജ് ചെറുതോ വലുതോ ആവാം. എയർ കാർഗോയിൽ വരുന്ന ചെറിയ സൂട്ട് കേസും കാർട്ടണും മുതൽ ഷിപ്പിംഗ് കാർഗോയിൽ വരുന്ന വലിയ കണ്ടെയ്നേഴ്സ് വരെ ഡിപ്ലോമാറ്റിക് ബാഗേജായി കണക്കാക്കാവുന്നതാണ്. ഇത് ഏത് മാർഗത്തിൽ അയച്ചാലും ഇതിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതി സെയിം ആയിരിക്കും. ഈ ഷിപ്പിംഗ് കണ്ടെയ്നറിൽ കൊണ്ടുവരാൻ മാത്രം സാധനം എന്തിനാണ് ഈ ഡിപ്ലോമാറ്റിക് ബാഗേജായി അയക്കുന്നതെന്ന് തോന്നാം. എംബസിയിൽ വർക്ക് ചെയ്യുന്ന ഏത് ഉദ്യോഗസ്ഥനും ആവശ്യമായ കാർ, അവരുടെ വീട്ടിലേക്കുള്ള ഫേർണിച്ചർ, പിന്നെ ഓഫീസിൽ ആവശ്യമായ എക്യുപ്മെൻറ്റ്സ്, ഇതെല്ലാം ഡിപ്ലോമാറ്റിക് ബാഗേജായി അയക്കാവുന്നതാണ്. പിന്നെ അവരുടെ പേഴ്സണൽ ആവശ്യത്തിനുള്ള എന്തും ഡിപ്ലോമാറ്റിക് ബാഗേജിൽ ഇൻക്ലൂഡ് ചെയ്യാം. US-ലെ ഇന്ത്യൻ അംബാസിഡർക്ക് നാട്ടിലെ മൂവാണ്ടൻ മാങ്ങ വേണമെങ്കിൽ അത് ഡിപ്ലോമാറ്റിക് ബാഗേജായി അയക്കാം. UAE കോൺസുലേറ്റിലെ അറ്റാഷയുടെ കുട്ടിക്ക് നീഡോ വേണമെങ്കിൽ അത് ദുബായിലെ ഒരു കടയിൽ നിന്ന് വാങ്ങി അതും ഡിപ്ലോമാറ്റിക് ബാഗേജായി അയക്കാവുന്നതാണ്. അവർ ട്രാവൽ ചെയ്യുമ്പോൾ അവർ കൊണ്ടുവരുന്ന പേഴ്സണൽ ബാഗേജും പരിശോധനയ്ക്കൊന്നും വിധേയമാകാറില്ല. അതും ഡിപ്ലോമാറ്റിക് ബാഗേജായി കണക്കാക്കി യാതൊരു കസ്റ്റംസ് ചെക്കും ഇല്ലാതെ അവർക്ക് കൊണ്ടുവരാവുന്നതാണ്. 1961 വിയന്ന കൺവെൻഷൻ ഓൺ ഡിപ്ലോമാറ്റിക് റിലേഷൻസ് അനുസരിച്ച് ഒരു ഡിപ്ലോമാറ്റിക് ബാഗേജ് ഹാൻഡിൽ ചെയ്യേണ്ട രീതിക്ക് പല മാർഗനിർദ്ദേശങ്ങളും കൊടുത്തിട്ടുണ്ട്. എ ഡിപ്ലോമാറ്റിക് ബാഗേജ് കനോട്ട് ബി ഓപ്പൺഡ് ഓർ ഡീറ്റെയിൻഡ്. ഒരു ഡിപ്ലോമാറ്റിക് ബാഗേജ് തുറക്കാനോ അത് പിടിച്ചെടുക്കാനോ സാധ്യമല്ല. പിന്നെ ഡിപ്ലോമാറ്റിക് ബാഗേജ് അയക്കുമ്പോൾ അതിലെ കണ്ടന്റ് എന്താണ് എന്ന് അതിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കണം. ഡിപ്ലോമാറ്റിക് ബാഗേജ് അയക്കുന്നത് ആരാണെന്നും അത് കൈപ്പറ്റുന്നത് ആരാണെന്നും കൃത്യമായ രേഖയുണ്ടായിരിക്കണം. ഇനി എന്തെങ്കിലും സംശയമുണ്ടായാൽ തന്നെ ഇത് തുറക്കാൻ അത് അയച്ച രാജ്യത്തിൻ്റെ അംബാസിഡറിൻ്റെയോ മറ്റ് കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരുടെയോ സാന്നിധ്യത്തിലും പെർമിഷനോടുകൂടിയും മാത്രമേ സാധിക്കുകയുള്ളൂ. ഇതും പോരാഞ്ഞ് അത് തുറക്കുന്ന രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ അത് കൈപ്പറ്റിയ രാജ്യത്തിൻ്റെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയുടെയും പെർമിഷൻ ആവശ്യമാണ്. ഈ അടുത്ത് വിവാദമായ സ്വർണ്ണക്കടത്ത് കേസിലും ഈ പ്രോട്ടോകോൾ എല്ലാം പാലിച്ച് അല്ലെങ്കിൽ ഈ പെർമിഷൻ എല്ലാം എടുത്തിട്ട് തന്നെയാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ബാഗേജ് പരിശോധിച്ചതും സ്വർണം കണ്ടെടുത്തതും. ഇനി എന്താണ് ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി? വിയന്ന കൺവെൻഷൻ പ്രകാരം ഇതിനും കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് മാർഗനിർദ്ദേശങ്ങളുണ്ട്. അതിൽ റെലവൻ്റ് ആയ ചിലത് മാത്രം നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഡിപ്ലോമാറ്റിക് റെപ്രസെൻറ്റേറ്റീവ്സിനെ അയക്കുന്ന രാജ്യവും ഈ ഡിപ്ലോമാറ്റ്സും അവർ ജോലി ചെയ്യുന്ന രാജ്യത്തെ ഡയറക്റ്റ് ടാക്സസ് കൊടുക്കാൻ ലയബിൾ അല്ല. അതായത് ഇൻകം ടാക്സ് പോലെയുള്ള കാര്യങ്ങൾ അവർക്ക് ബാധകമല്ല. പക്ഷേ ഇൻഡയറക്റ്റ് ടാക്സ്, അതായത് ഇപ്പോൾ അവരൊരു കടയിൽ പോയി ഒരു ഡ്രസ്സ് വാങ്ങി, ഇതിന് സെയിൽസ് ടാക്സ് ഉള്ളതൊക്കെ ആപ്ലിക്കബിൾ ആയിരിക്കും. ബിക്കോസ് അത് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. അവരുടെ ഓഫീസും അതിൻ്റെ കോമ്പൗണ്ടും അവരുടെ മാത്രം അധികാരത്തിലാണ്. അത് സ്ഥിതി ചെയ്യുന്ന രാജ്യത്തെ ആർക്കും അവരുടെ പെർമിഷൻ ഇല്ലാതെ അതിനുള്ളിൽ കയറി ചെല്ലാൻ അധികാരമില്ല. ഡിപ്ലോമാറ്റ്സിന് അവർ ജോലി ചെയ്യുന്ന രാജ്യത്ത് ആ രാജ്യത്തെ പൗരന്മാരെ പോലെ തന്നെ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് അനുവദനീയമാണ്. അവരുടെ സർവീസിന് വേണ്ടി ഈടാക്കുന്ന ഫീ, ഫോർ എക്സാമ്പിൾ വിസ ഫീ ഒക്കെ ഈടാക്കിയാൽ അത് സ്ഥിതി ചെയ്യുന്ന രാജ്യം അതിന് ടാക്സ് ഈടാക്കുന്നതല്ല. ഒരു ഡിപ്ലോമാറ്റിനെ അവർ ജോലി ചെയ്യുന്ന രാജ്യം അറസ്റ്റ് ചെയ്യാനോ തടഞ്ഞു വയ്ക്കാനോ പാടില്ല. കൂടാതെ അവരുടെ മേൽ യാതൊരു തരത്തിലുമുള്ള അറ്റാക്കോ മറ്റോ ഉണ്ടാവാതെ ശ്രദ്ധിക്കുന്നതും അവർ ജോലി ചെയ്യുന്ന രാജ്യത്തിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഡിപ്ലോമാറ്റ്സിൻ്റെ ഓഫീസുകൾ പോലെ വീടുകളും അവരുടെ അധികാരത്തിലാണ്. അവിടെയും ഹോസ്റ്റ് കൺട്രിയിലുള്ള യാതൊരുവിധ ആൾക്കാർക്കും വെറുതെ കയറി ചെല്ലാൻ അനുവാദമില്ല. അവരുടെ ഒഫീഷ്യൽ പേപ്പേഴ്സ്, ആശയവിനിമയം, അതായത് ഇമെയിൽസോ ഫോൺ കോൾസോ അങ്ങനെയുള്ള കാര്യത്തിലൊന്നും അവർ ജോലി ചെയ്യുന്ന രാജ്യം കൈകടത്താൻ പാടില്ല. ഒരു ഡിപ്ലോമാറ്റിനെതിരെ അവർ ജോലി ചെയ്യുന്ന രാജ്യത്തിന് ക്രിമിനൽ കേസോ സിവിൽ കേസോ എടുക്കാൻ പാടില്ല. അതേസമയം അവരുടെ ഹോം കൺട്രി, അതായത് അവർ ഏത് രാജ്യത്ത് നിന്നാണോ വന്നത്
അവിടെ അവർക്കെതിരെ കേസ് ഫയൽ ചെയ്യാൻ സാധിക്കും. ചില രാജ്യങ്ങളിൽ കമ്പൽസറി മിലിറ്ററി സർവീസ് പോലെയുള്ള കാര്യങ്ങൾ നിഷ്കർഷിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഡിപ്ലോമാറ്റ്സിന് ബാധകമായിരിക്കില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഡിപ്ലോമാറ്റ്സിന് അവർ ജോലി ചെയ്യുന്ന രാജ്യത്ത് നിന്നും കിട്ടുന്ന ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റിയെ പറ്റിയുള്ള ഒരു ചെറിയ ബ്രീഫ്. ഇനി അഥവാ ഇവർ വലിയ ഒരു ക്രൈമിലൊക്കെ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ ഹോസ്റ്റ് കൺട്രിക്ക് ഇവർക്കെതിരെ എന്ത് ആക്ഷൻ എടുക്കാൻ സാധിക്കും എന്നുള്ളതിനെ പറ്റിയൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. അതേപോലെ വിയന്ന കൺവെൻഷൻ്റെ ലിങ്കും ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് വായിച്ചു നോക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.